പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിൽ പലവിധ വിമർശനങ്ങളും വരുന്നുണ്ട്. പള്ളിയെപ്പറ്റിയും പള്ളി നടക്കുന്ന ആചാരങ്ങളെപ്പറ്റിയും അനാചാരങ്ങളെപ്പറ്റിയും എല്ലാം. നമുക്കറിയാം, കർത്താവായ ഈശോ ദേവാലയത്തിൽ കയറി ആടുമാടുകൾ നാണയമാറ്റം ഒക്കെ നടത്തിയ ആളുകളെ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കിയത്. എന്നിട്ട് യേശു പറഞ്ഞ ആ വചനം നമ്മൾ ധ്യാനിക്കണം. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന തിരുവെഴുത്ത് പൂർത്തിയായി. യോഹന്നാൻ 2:13 മുതൽ വചനങ്ങളിലാണ് നാം അത് കാണുന്നത്. മത്തായി അത് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21:13 എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആളുകൾ ദേവാലയത്തിൽ പള്ളിയിൽ വരുന്നത് എന്തിനാണ്? പ്രാർത്ഥിക്കാന്, ബലിയർപ്പിക്കാന്, ഈശോയെ കാണാൻ. പണ്ടൊക്കെ വരുമായിരുന്നു വിശീത്ത നടത്തുവാൻ. ഇപ്പൊ പള്ളിയെല്ലാം കൊട്ടി അടയ്ക്കുന്നതുകൊണ്ട് ആർക്കും അകത്ത് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ചന്തയ്ക്ക് പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി ഒന്ന് കയറി ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് നേരം പ്രാർത്ഥിക്കും. കർത്താവില്ല, ഞാൻ നിങ്ങൾ ഒരു വാക്കേലും പറഞ്ഞു പോകും. അതാ വിശീത്ത എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ വാക്കുകളൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല. നമ്മുടെ കത്തോലിക്ക ഡിക്ഷണറി എന്നൊക്കെ മാഞ്ഞുപോയി. ഓക്കെ, എന്തുവാട്ടെ. കാരണം യേശുവിനെ പോലും സക്രാരിയെ നടുക്ക് വെച്ചിട്ടില്ല, സൈഡിൽ എവിടെയോ വെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ പലരും നടുക്കായിരുന്നു ജീവിക്കുന്ന ഈശോയെ സക്രാരി വെച്ചിരുന്നത്. അവിടെ ആളുകൾ പോയി സന്ദർശിക്കും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. മനസ്സിലെ വിഷമങ്ങളെല്ലാം ഈശോയോട് പറയുന്ന ഒരു അവസരമായിരുന്നു. ദൈവമേ, അത് അങ്ങനെയുള്ള സുദിനങ്ങൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാണ് കേട്ടോ. അതിന്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പള്ളിയിൽ ക്ലാസ്സിന് മുമ്പ് കയറി വിഷയത്തുണ്ടായിരുന്നു. ഇടനേരത്ത് ബെല്ലടിച്ചു ഞങ്ങൾ പോകും വിഷയത്തേക്ക്. അവർ ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പും വിഷയത്ത് നടത്തുമായിരുന്നു. ഞാൻ കർമ്മിത്താക്കാരുടെ കരിക്കാട്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. പള്ളി അടുത്തായിരുന്നു, അത്ര അടുത്തല്ല, എന്നാലും ഞങ്ങളെ നടത്തിച്ച് വിടുമായിരുന്നു. അത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, അത് നമുക്ക് നമ്മുടെ പള്ളികൾ പ്രാർത്ഥനാലയങ്ങളായിട്ട്, ബലിയർപ്പിക്കുന്ന ആലയങ്ങളായിട്ട് പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. ഇന്ന് നമുക്കറിയാം, ദിവ്യബലികൾ പോലും വലിയ പാട്ട് കച്ചേരിയും അതുപോലെ ആ കൂടാശ വചനങ്ങളൊക്കെ ചിലപ്പോൾ ഉച്ചരിക്കുന്ന കേട്ടാല് വലിയ വലിയ സിനിമാ നടന്മാരോ എനിക്കറിയ വലിയ അങ്ങോട്ട് പറയുന്ന വാക്ക് അവരുടെ വാക്കാണ് ഈശോയെ കൊണ്ടുവന്ന് തോന്നിപ്പോവും. എന്നാൽ യേശുവിന്റെ വചനവും ആത്മാവുമാണ് അപ്പത്തെയും വീഞ്ഞിനെയും ശരീരവും രക്തമാക്കി ഈശോയുടെ ശരീരവും രക്തം മാറ്റുന്നത്. അതുപോലും പോവും. ഇയാളുടെ ആ സ്വരവും ആ ഇമ്പമായിട്ട് നല്ല മ്യൂസിക്കലായിട്ടുള്ള വർത്തമാനം പറച്ചിലും അപ്പോൾ ആ കൊട്ടും ഒക്കെയാണെന്ന് ഞാൻ ഓർക്കുവാണ്. പണ്ട് ചെറുപ്പത്തിലുള്ള ആ നല്ല മനോഹരമായ കുർബാന. അപ്പോൾ ആ മോണ്ടലത്തിൽ പള്ളിയുടെ സംഗീതത്തിന്റെ സൈഡിലുള്ള പാട്ടുകാരൻ റബയ്ക്ക് വായിക്കും. പിന്നെ തിരിയാങ്കോൽ വെച്ചുള്ള ശബ്ദം കേൾപ്പിക്കുമായിരുന്നു. ഹാർമോണിയം, കൊട്ടട കുട്ടപ്പ എന്ന് പറഞ്ഞ് ആ ട്യൂണൊക്കെ ഇപ്പോഴുണ്ട്, കൊട്ടട കുട്ടപ്പ. പക്ഷെ അത് ആ മനോഭാവങ്ങളും ആ ഭക്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോയതായിട്ട് എനിക്കങ്ങ് തോന്നിപ്പോകുന്നു. ഇനിയും ഒരു തരത്തിൽ നമ്മുടെ പള്ളികളിൽ വിജാതീയ കുർബാനകൾ എന്ന് പറഞ്ഞാല് വിഷു കുർബാന, ഓണക്കുർബാന, മാവേലി കുർബാന, തിരുവാതിര നടത്തിയുള്ള കുർബാന, ഗണപതി കുർബാന ഇതൊന്നും നടത്താൻ പാടില്ല. അതൊക്കെ നമ്മുടെ ദേവാലയങ്ങളെ അശുദ്ധമാക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കറിയാം, യെരമ്യാ പ്രവാചകനും അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പള്ളി ദേവാലയത്തിലെ അശുദ്ധിയെപ്പറ്റി അവിടെ ചെന്നപ്പോൾ സൂര്യനെ ആരാധിക്കുന്നവരെ കണ്ടു, അതുപോലെ മിളേച്ഛതകൾ പ്രവർത്തിക്കുന്നതിനെ കച്ചവടക്കാരെ കണ്ടു. അപ്പൊ പറഞ്ഞെന്താണ്? ദേവാലയത്തിൽ നിന്നും കൃപ നഷ്ടപ്പെട്ടു പോയി. ആ കൃപ നഷ്ടപ്പെട്ട ദേവാലയങ്ങളാണ് ഇന്ന് നമ്മുടെ പലതും എന്ന് തോന്നിപ്പോകാറുണ്ട്. അവർ ഈ ദീപാവലി കുർബാന, മാവേലി ഇതൊക്കെ അതങ്ങനെ ഒരു കുർബാന ഇല്ല. നമുക്കൊരു കത്തോലിക്ക കുർബാനയേ ഉള്ളൂ, കാത്തലിക് മാസ്. അത് വിവിധ രീതികളിൽ, അതിന് കുഴപ്പമില്ല. രീതികൾ ആരെയും ഞാൻ കുറ്റം പറയില്ല. പക്ഷെ അത് ആ വിശുദ്ധിയോടെ കർത്താവിന്റെ കുർബാനയാണ്, ഈശോയുടെ ബലിയാണ്. അത് ഞാൻ പറയും. അച്ഛന്റെ അല്ല, മത്രാന്റെ അല്ല, മാപ്പാപ്പാടെ അല്ല, ഈശോയുടെ ഒരേ ബലി. ആ ബലിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സാംസ്കാരിക ആഘോഷം, അല്ലെ സാംസ്കാരിക അനുരൂപണം, മരാന്തര സംവാദം, മതസൗഹാർദ്ദം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അശുദ്ധികളെല്ലാം നമ്മുടെ ദേവാലയത്തിൽ അടിഞ്ഞുകൂടി വരാനും ഇടയായത്. അതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം ഒത്തിരി കളങ്കങ്ങൾ വന്നുകൂടിയത്. അവർ കുർബാനക്കിടയ്ക്ക് ഡാൻസ്, കുരവയും ഇതിന്റെ ആവശ്യമുണ്ടോ?
വടക്കേ ഇന്ത്യയിൽ ഒരു പക്ഷേ അവിടുത്തെ ആചാരം സംസ്കാരം അനുസരിച്ച് കുർബാന സമയത്ത് ഒരു പാട്ടൊക്കെ പാടിയൊക്കെ ഒരു പക്ഷെങ്കിൽ പൂക്കിയായിട്ട് വന്നു. നമ്മുടെ കേരളത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ കേരളത്തിൽ ഒരു കുർബാനയ്ക്ക് വന്നപ്പം ഭയങ്കര ഡാൻസും ആയിട്ട് താഴേന്ന് വരുന്നു. അപ്പോൾ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്, മെഷീനിൽ വന്ന അച്ഛനാണ്. അപ്പൊ അത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ സംസ്കാരം അനുസരിച്ച് അവർ ചെയ്തിട്ടില്ല. നമുക്ക് കേരളത്തിലൊരു സംസ്കാരമുണ്ട്. നമ്മുടെ അമ്പലങ്ങളിലായാലും ആ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുന്ന കുളിച്ച് തൊഴുത് വിശുദ്ധിയിൽ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വെള്ളയൊക്കെ എടുത്ത് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാനായിട്ടുള്ള പോക്ക് അത് ആ വിശുദ്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ ഒരു സുപ്പീരിയർ ജനറലിന്റെ ജൂബിലി ആഘോഷം റോമിലാണ്. കുർബാനയ്ക്ക് ഞാൻ വീൽ ചെയറിൽ ചെന്നപ്പം 2 കന്യാസികൾ പൊട്ടുകൊടുക്കുകയാണ് നെറ്റിയത്. കുർബാനയ്ക്ക് എന്തിനാ പൊട്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തൊടിച്ചില്ല. അപ്പൊ എന്നെ മൂരാഴ്ചയായിട്ടാ കണ്ടത്, കുഴപ്പമില്ല. ഇതൊക്കെ ഇതൊക്കെ സാംസ്കാരിക അനുരൂപണം. റോമിൽ വത്തിക്കാതാന്ന് ഓർക്കണം, കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ. ഇതിന് വലിയ ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലാകാം, ഒരു വടക്കേ ഇന്ത്യയിലെ ഗ്രാമത്തിലെ കുർബാനയ്ക്ക് ആളുകളെ പ്രസാദിപ്പിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിചാരികൾക്കൊക്കെ ഒരു ആകർഷണം കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സംസ്കാരം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിക്കാനും ദൈവാനുഭവം പ്രാപിക്കാനും വരുന്ന പലർക്കും ഇത് അരോചകമാണ്. അതിന്റെ ഫലമായിട്ട് ചില പള്ളി വരാത്തവർ പോലുമുണ്ട്. എനിക്കറിയാമായിരുന്നു, അതിന്റെ ചെറുവള്ളി പള്ളി തന്നെ വരാത്ത ആളുകളുണ്ടായിരുന്നു കരിസ്മാറ്റിക് ധ്യാനം വന്നപ്പം. കാരണം അവിടുത്തെ ശബ്ദകോലാഹലം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നുമില്ലായിരുന്നു, കൈയടിക്കുകയും കൈവക്കുകയൊക്കെ ചെയ്തുള്ളൂ. അതുപോലും പറ്റാത്ത ശാന്തമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് അറിയണം. പിന്നെ വേറൊരു സംസ്കാരമാണിപ്പോൾ പള്ളി പണിയും. പള്ളിയുടെ അടിയിലോ മുകളിലോ ആണ് കല്യാണ മണ്ഡപം, പണം ഉണ്ടാക്കാനുള്ള പരിപാടി. കാരണം വേറെ കെട്ടിടം പണിയുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച്, ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്കായിട്ട് മനോഹരമായൊരു പാട്ട് കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നടക്കുന്നത് മദ്യവും മദ്യകാഴ്ചയെല്ലാമുള്ള കല്യാണ വിരുന്ന് നടക്കുകയാണ്. അവിടെ പാട്ട് കുറവെല്ലാം പള്ളിക്ക് വരുമാനം ഉണ്ടാകാനാണ്. പ്രിയമുള്ളവരെ, ഇത് കണിശമായിട്ടും കർത്താവ് ഇഷ്ടപ്പെടുവോ? ഇത് അത് കച്ചവട സ്ഥലമാക്കുന്നു എന്ന് ഞാൻ പറയും. ഒരു പക്ഷേ പണിക്ക് ലാഭമൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ട. ദേവാലയമായിരിക്കണം. അതിന് ചുറ്റും പോലും ആ ശാന്തത ഉണ്ടായിരിക്കണം. മുകളിലോ അതൊക്കെ യൂറോപ്പിൽ വന്നാൽ കാണാൻ സാധിക്കും. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു പള്ളിയുടെ അടിയിൽ കല്യാണ മണ്ഡപവും ഇല്ല, മുകളിലും ഇല്ല. അപ്പോൾ കുറെയെല്ലാം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അധികാരികൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. വികാരിച്ചമാരൊക്കെ ഒരു അവിടെയൊക്കെ പൈസ ഉണ്ടാക്കാനായിട്ടും പാങ്ങളെ സഹായിക്കാനും ആയിരിക്കാം. എങ്കിലും അത് കർത്താവ് സ്വാധീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പള്ളിയുടെ മുകളിലോ താഴെയോ വലിയ കല്യാണ മണ്ഡപം, അവിടെ നടക്കുന്ന വിജാതീയ ചടങ്ങുകൾ പോലും ഉണ്ട്. ലൗകിക ചടങ്ങുകൾ, കള്ളും കഞ്ചാവും പിന്നെ അശുദ്ധി പോലും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. അതേസമയം പള്ളിക്കകത്ത് ആരാധനയ്ക്കകത്ത് വിശ്വ വെച്ചിരിക്കുന്നു. അപ്പോൾ അത് പാടില്ല എന്ന് ഞാൻ പറയും. ഇനി വിജാതീയ രൂപങ്ങൾ പള്ളിയിൽ ഒരിക്കലും വയ്ക്കരുത്. ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ കുർബാന ചെല്ലിയില്ല പള്ളിയിൽ. കാരണം പള്ളിയുടെ അൽത്താരയിൽ കുരിശുരൂപമുണ്ട്. 2 സൈഡിലും വെച്ചിരിക്കുന്ന കൃഷ്ണന്റെയും രാമന്റെയും 2 കൊത്തുരൂപങ്ങളാണ്. ഞാൻ ചെല്ലുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ കുർബാന കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവച്ചു. അതുപോലെ ഈ നിലവിളക്ക് ഓക്കെ നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതാണ്. പക്ഷെ അവിടെ നമുക്കറിയാം, അതൊരു കുരിശായിരിക്കണം നിലവിളക്ക ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് നിലവിളക്ക് തന്നെ നല്ലതല്ല. നല്ലത് വെറും മെഴുകുതിരിയാണ്. നമുക്ക് മെഴുകുതിരിക്ക് വലിയ വിലയൊന്നുമില്ല. പിന്നെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഓം അല്ലെങ്കിൽ ഭജന ഇതൊന്നും ആവശ്യമുണ്ടോ? നമുക്ക് ഒരു പക്ഷേ ഇങ്ങനത്തുള്ള ഭജനയുടെ ട്യൂണൊക്കെ വടക്കേ ഇന്ത്യയിൽ ആവശ്യമായിരിക്കാം, അവിടെ മിഷൻ പ്രവർത്തനം. പക്ഷെ കേരളത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? അത് കുറെ കന്യാസികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭജന പാടുക, പിന്നെ ആരതി, അതിന്റെ ആവശ്യമുണ്ട്. നമ്മൾ പണ്ട് മുതലേ ദുബക്കുറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു അരോചകത്വവും ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തുള്ളതൊക്കെ നമ്മൾ കുറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതന്നെ ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനിയും ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ വചനപ്രഘോഷകളുടെ വിളയാട്ടം എന്ന് ഞാൻ പറയും. അത് എനിക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതായത് ഒരു വിരി പോലും ഇടാതെ ദിവ്യ സങ്കീർത്തിയിൽ സർക്കാരിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് ആളുകളെ വിളിക്കും, ഇങ്ങോട്ട് വിടാ, നിനക്കല്ലേടാ വയറ്റിൽ വേദന, നിനക്കല്ലേടാ തലവേദന,
എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവനെ കൊണ്ട് നടത്തിക്കുന്നു. എന്നിട്ട് കൈയടിക്കുന്നു, ബഹളങ്ങൾ നടത്തുന്നു. പാവം ഈശോ ആ സക്രാരി ചുമ്മാ ഇരിക്കുക. ഈശോയ്ക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം അവിടെ രോഗശാന്തിക്കാരനാണ് മിടുക്കൻ. അവൻ രോഗശാന്തി നടത്തുന്നു, അത്ഭുതം നടത്തുന്നു, അടയാളം നടത്തുന്നു. പാവം കർത്താവ് ആ കൂട്ടിലിരിക്കുകയാണ്. ഇതാണ് അത് ചില അത് എനിക്ക് കാണാനായിട്ട് അത് ഇടയായത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഞാൻ അൽമേനികളെ താഴ്ത്തി കെട്ടിയൊന്നും പറയല്ല. ഇത് നടത്തുന്ന വൈദികരും ഉണ്ട് കേട്ടോ. വൈദികർ ഓർക്കണം, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജനങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കാനാണ്. ദിവ്യബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും രോഗശാന്തിയൊക്കെ നടത്തിക്കോ. ഞാനിപ്പോഴും ഓർക്കുന്നത് നിബന്ധനായ പരിശുദ്ധനായിരുന്ന അഭിമന്യ പൗത്രപിതാവായിരുന്നു. അദ്ദേഹം ഒരിക്കലും അൽമേനികളെ പള്ളിക്കകത്ത് പ്രസംഗിക്കാൻ പോലും അനുവദിക്കില്ലല്ലോ. അത് ചെറുവള്ളിപ്പള്ളിയിൽ ഞാൻ ധ്യാനം നടത്തിയപ്പോൾ ആലിസൂട്ടി ചേച്ചി, വിശുദ്ധയായ ഒരു സ്ത്രീയാണ്, നിങ്ങൾക്കറിയാം, ഒരു ക്ലാസ് എടുക്കാൻ വന്നു. അപ്പം വികാരിച്ചൻ പിതാവിനോട് ചോദിച്ചോ, പറഞ്ഞു അന്ന് കാഞ്ഞിരപ്പള്ളി പിതാവാണ്, പൗത്രപിതാവ് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. ഇല്ല, പുറത്ത് അങ്ങ് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. പള്ളിക്കാവും, വിശുദ്ധമാണ്, അവിടെ ദേവാലയത്തിൽ പ്രസംഗിക്കേണ്ട വൈദികരാണ്. ഞാൻ പറഞ്ഞത് അൽമേനികൾ പള്ളി പ്രസംഗിക്കേണ്ട എന്ന് അദ്ദേഹത്തെ പോലെ പറയുകയല്ല ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിൽ അർത്ഥമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിശുദ്ധനായ പിതാവായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് നിഷ്ഠകളുണ്ടായിരുന്നു. ആ ചില കർക്കശ മനോഭാവങ്ങൾ കൊണ്ടാണ് എനിക്കും ഇഷ്ടപ്പെടാത്ത കർക്കശ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അല്ല കാര്യം, അദ്ദേഹത്തിന്റെ ആ ദൈവഭക്തി. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ അൽമേനികളെ പള്ളി പ്രസംഗിപ്പിക്കേണ്ടെന്നല്ല. ഇപ്പോൾ കാണിക്കുന്ന എന്താണ്, കുർബാനയുടെ പ്രസംഗം പോലും അൽമേനികളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നു. അത് പാടില്ലാത്തതാണ്. അത് പോലും ചെയ്യിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ ധ്യാനം നടക്കുകയാണെങ്കിൽ അൽമേനികൾ ധ്യാനം പ്രസംഗിക്കുന്നതൊന്നും കുഴപ്പമില്ല, പറ്റും. ഞാൻ ബൗദ്ധ പിതാവ് പറഞ്ഞതുപോലെ പറയുകയല്ല. എങ്കിലും അവിടെ ആ ദേവാലയത്തിന്റെ വിശുദ്ധിയും രാജകീയത്വവും ബഹുമാനവും എല്ലാം ഒന്ന് കീപ്പ് ചെയ്തുകൊണ്ട് വേണം. ആ പള്ളി ഒരു ഹോളല്ല എന്ന ഓർമ്മ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ യൂറോപ്പിൽ ഒരിക്കലും പള്ളിക്കകത്ത് ധ്യാനം കൊടുക്കാറില്ല, വളരെ ചുരുക്കം. ഞാൻ പറയും, അതെ, പള്ളി കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമാണ്. ധ്യാനം നടത്തേണ്ട ഹോളിലാണ്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും അതാണ് പറയുന്നത്, ഹോളി നടത്തുക. അതിന് പിതാവിന്റെ പെർമിഷൻ മേടിക്കും അവിടെ കുർബാന എഴുതാനായിട്ടും. അവിടെ കൈയടിച്ചാലോ ഡാൻസ് ചെയ്താലോ അനക്കൊന്നും കുഴപ്പമില്ല. ദേവാലയം അതെ കർത്താവിന്റെ ആലയമാണ്, അത് പ്രാർത്ഥനയുടെ ആലയമാണ്. അതുകൊണ്ട് അത് ഈ കാര്യത്തിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് അത് പറയുവാനുണ്ട്. ഈ ഒരു അൽമേനികളിൽ എനിക്ക് ഒത്തിരി ഒരു കുഴപ്പമുണ്ടെന്നറിയോ, അല്പം വരദാനം കിട്ടുമ്പം അല്പന് അർദ്ധരാത്രി പണം കിട്ടിയാൽ കൊട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ അപ്പോഴത്തെ വലിയ ആളാകും. എന്നിട്ട് ഓർക്കുന്നത് അച്ഛനേക്കാൾ വലിയവനാണ്, മത്രാനേക്കാളും വലിയ, മാർപ്പാപ്പയേക്കാൾ വലിയവനാണ്. അവൻ പ്രാർത്ഥിക്കുന്ന പോലും കാണാൻ സാധിക്കും. കർത്താവ് ഈശോയെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ മാപ്പാപ്പയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് അവളിലുണ്ട്, അത് മനസ്സിലാക്കി. എനിക്കാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഈ വരദാനമുണ്ട്, ഭാഷാവരമുണ്ട്, ആ വരമുണ്ട്, ഈ വരമുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞത് അങ്ങനെ വരത്തിയായിപ്പോയി. എന്നിട്ട് മറ്റുള്ളവരെ വിധിക്കുക, അത് വരമില്ലാത്തവരെ വിധിക്കുക. അവര് കരിസ്മാറ്റിക് അല്ല, അവർ ക്രിസ്ത്യാനി അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള അഹങ്കാരം. എന്റെ പ്രിയ അൽമേനികളെ, എളിമയുണ്ടായിരിക്കട്ടെ. അത് ഈ അഹങ്കാരം വന്നുകൂടരുത്. എന്നിട്ട് അവരുമായി സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ വൈദികരെയും സഭയും കുറ്റം പറയുന്നത് ചില വചനപ്രഘോഷകരാണ്. എല്ലാവരും അല്ല. നമ്മൾ കടഞ്ഞെടുത്ത വൈദികരെക്കാൾ വിശുദ്ധിയുള്ള അൽമേനികളെ എനിക്കറിയാം. അവരുമായിട്ട് ഞാൻ കേരളത്തിൽ ബന്ധപ്പെടാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല, പറയാൻ നാക്കി വരുന്നു ഇപ്പോൾ അവരെയൊക്കെ. കാരണം ഒത്തിരി എളിമയുള്ളവരും വൈദികരെ ബഹുമാനിക്കുന്നവര്, മെത്രാന്മാരെ ബഹുമാനിക്കുന്നവര്. മറ്റവരതല്ല, അതെപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക, വിമർശിക്കുകയാണ് ഏറ്റവും. എന്നിട്ട് അവരത് പാപമായിട്ടൊന്നും കാണുന്നില്ല, വലിയ മിടുക്കാട്ടെണിക്കുന്ന അറിയാം. അതുകൊണ്ടാണ് പണ്ട് പറയാമായിരുന്നു, ആനയോടും അച്ഛനോടും അടുക്കരുതെന്ന്. കാരണം അച്ഛന്മാർ കൂടെ നടന്ന് കുറെ അവരുടെ ബലഹീനതകൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതൊക്കെ അത് വലുതാക്കി കാണിക്കുക, മറ്റുള്ളവരോട് പറയുക. ഇനിയും അതൊക്കെയാണ് അത് ചില വചനപ്രഘോഷകർ. പ്രിയമുള്ളവരെ, ഇവിടെ അത് അഹങ്കാരം പാടില്ല. എളിമയുടെ താഴ്വഴിയിലൂടെ നടക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. വിശുദ്ധ കുർബാന എപ്പോഴും അത് വിശുദ്ധിയുടേതായിരിക്കട്ടെ, അതുപോലെ പുണ്യത്തിൻ്റെതായിരിക്കട്ടെ, പുണ്യമായിരിക്കട്ടെ. അവിടെ വരുന്നവര് അത് ഉണ്ടാക്കാൻ, അത് സ്വീകരിക്കാനായിട്ട് ഇടയാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിജാതി രൂപങ്ങളോ ഇതൊന്നും വെക്കരുത്. പിന്നെ അത് നമുക്ക് അത് ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്മാരായാലും മനസ്സിലാക്കേണ്ടതുകൊണ്ടാണ് പള്ളിയിൽ പ്രസംഗിക്കുന്ന വചനമായിരിക്കണം, ദൈവവചനം.
പള്ളിയുടെ പെരുന്നാളിന്റെയോ അല്ലെങ്കിൽ ചന്തയുടെ കാര്യമോ പണത്തിന്റെ കാര്യമോ ഇതൊന്നും പാലിക്കരുത്. അതൊക്കെ പറഞ്ഞു അനൗൺസ്മെന്റ് ആയിട്ട് വേണം കുർബാന കഴിഞ്ഞിട്ട്. കുർബാന സമയത്ത് വചനം, നമുക്കറിയാം കുർബാനയ്ക്ക് രണ്ട് വലിയ ഭാഗമുണ്ട്. ഒന്ന് വചനം മുറിക്കൽ, രണ്ടാമത്തേതാണ് ശരീരം, യേശുവിന്റെ ശരീരം മുറിക്കൽ. രണ്ടും അഭിവാജ്യ ഘടകങ്ങളാണ്. അവിടെ നമുക്ക് ദേവാലയത്തിൽ കാണാൻ സാധിക്കും. ഒരു സൈഡില് സക്രാരിയും മറു സൈഡില് വെച്ചിരിക്കുന്നത് ബൈബിളാണ്. രണ്ടും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. കത്തോലിക്കർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണമേ. അതുകൊണ്ട് കണ്ണം ജിപ്പിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നടത്തിക്കുവാണെങ്കിൽ പന്തലിലോ ഹോളിലോ പുറത്തൊക്കെ ദേവാലയത്തിന്റെ വിശുദ്ധി കാത്ത് സംരക്ഷിക്കണമേ. അവിടെ വിജാതിയർക്ക് പോലും വന്ന് ശാന്തമായി പ്രാർത്ഥിക്കുവാനുള്ള ഉണ്ടായിരിക്കട്ടെ. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്റെ സ്കൂളിലെ ഹിന്ദുക്കൾ അധ്യാപകർ പോലും ഞങ്ങളുടെ കൂടെ വന്ന് വിശീത്ത് നടത്തുമായിരുന്നു. കുഞ്ഞമ്പിള്ള സാർ എന്നൊക്കെ പറഞ്ഞ സാറുമാരെയൊക്കെ ഓർത്ത് പോവുകയാണ്. കാരണം അവർക്ക് അമ്പലത്തിൽ പോയാലും ശാന്തമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മനോഭാവമായിരുന്നു അവർക്കും ദേവാലയത്തിൽ. അതൊക്കെ കൊണ്ട് മാറിയിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പള്ളി തുറന്നിരുന്ന് കള്ളന്മാർ വന്നാലും കൊണ്ടുപോട്ടെ. അത്രമാത്രം സിറ്റിയിൽ അരക്ഷിതത്വം ഇല്ലെങ്കിൽ പള്ളി തുറന്നിടുക. അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക ആളുകൾക്ക് ഈശോ വന്ന് കാണാനായിട്ടും ഒരു വിശീത്ത നടത്തുവാനും പ്രശ്നങ്ങളൊക്കെ ഒന്ന് തുറന്നു വെക്കാനായിട്ടും. നിത്യാരാധന കപ്പലുകളിലൊക്കെ എന്നും പോകാനൊന്നും ഒരുത്തർക്കും പറ്റില്ല. എന്നാൽ നിത്യമായിട്ട് സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ ഉണ്ട്. എല്ലാ പള്ളിയും ഞാൻ പണ്ടേ പറയും നിത്യാരാധന കപ്പേളയാണ് എന്ന്. കാരണം ഈശോ അവിടെ ഇരിപ്പുണ്ട്. പോകണം, ആരാധിക്കണം. നമ്മുടെ ഹൃദയം pour out your heart before him. അവന്റെ മുമ്പിൽ ഹൃദയം തുറക്കട്ടെ. ഇതൊക്കെ ഒരു ചെറിയ ചിന്താശകലമാക്കി ഞാൻ തരുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ മക്കളുടെ ഈ പ്രായമായില്ലേ, എപ്പോഴാ ഇനിയും നമ്മൾ അങ്ങോട്ട് പോകേണ്ടെന്ന് അറിയത്തില്ലോ. പറയാൻ എന്റെ ഉള്ളികളൊക്കെ ഒന്ന് പറയാനുള്ള സന്തോഷം കൊണ്ടങ്ങ് പറയാണ്. നമുക്കൊരു തിരിച്ചുവരവ് ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയ വിശുദ്ധി കാണിക്കുന്നത് നമ്മുടെയും വിശുദ്ധിയാണ്, കുടുംബത്തിന്റെയും വിശുദ്ധിയാണ്, ലോകത്തിന്റെയും വിശുദ്ധിയാണ്. ഓക്കെ, അതുകൊണ്ട് ദേവാലയം പരിശുദ്ധമായിട്ട് സംരക്ഷിക്കുക. ആഘോഷങ്ങളൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ വിശുദ്ധി പാലിച്ചുകൊണ്ടും അതിന്റെ നിഷ്ഠകൾ അതൊക്കെ അച്ഛന്മാരും മുൻകൈ എടുക്കണം. മെത്രാന്മാരും ഇപ്പം നാഥനില്ല കളരി പോലെ പലയിടത്തും. കാരണം സഭയിലെ ഈ ശണ്ട കാരണം, മേലധ്യക്ഷന്മാർ തമ്മിലുള്ള ശണ്ടയൊക്കെ കാരണം സഭയിലെ ഡിസിപ്ലിൻ മുഴുവൻ പോയി. ഒരു കാലത്തുണ്ടായിരുന്ന ഡിസിപ്ലിൻ ഇന്നിപ്പം മെത്രാന്മാർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത കാലമാണ്. അതിന് കാരണം മെത്രാന്മാരും അച്ഛന്മാരും തന്നെയാണ്. അവരും തിരിച്ചു വരണമെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. പറഞ്ഞാൽ കേൾക്കാത്തതിന് കാര്യം, അപ്പം നല്ലതാണെങ്കിലേ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അപ്പന്മാരായ വൈദികരും മെത്രാന്മാരും അവരും അനുസരണയും സ്നേഹവും ഒക്കെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ കണിശമായിട്ടും ജനങ്ങളും നിങ്ങൾ പറയുന്നത് അനുസരിക്കും. ജനങ്ങൾ മോശമായിട്ടില്ല, ജനങ്ങൾ നല്ലത് തന്നെയാണ്. ആരെങ്കിലും ഇതിൽ ഒഫൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. എങ്കിൽ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പലരുടെയും ഇങ്ങനെ കണ്ടും കേട്ടും പല അനുഭവം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 52 വർഷമായി വൈദികനായിട്ട് ആയിരക്കണക്കിന് ധ്യാനങ്ങൾ കൊടുത്ത് 104 രാജ്യങ്ങളിൽ പോയി. അപ്പം വിവിധ തരക്കാരെയും ആളുകളെയും കണ്ടതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആ പണ്ടത്തെ ആ മനോഹരമായ പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങളായിരിക്കട്ടെ നമ്മുടെ പള്ളികൾ. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, ആരാധന, മഹത്വം. കർത്താവേ ശ്രമിച്ച എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ദേവാലയത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ ഇവരോരുത്തരെയും ദേവാലയത്തിന്റെ കവാടങ്ങളിൽ നിൽക്കുന്നവരാക്കി മാറ്റണമേ, അഥവാ സംരക്ഷകരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. അൽമേനികളായാലും വൈദികരായാലും കന്യാസികളായാലും കപ്യാരന്മാരായാലും ആരായാലും ആ കർത്താവായ ഈശോ, രക്ഷകനായ ഈശോ മനുഷ്യനായി അവതരണം ചെയ്ത് പാടുവിളകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർക്കുന്ന ആ വലിയ അനുഭവമാണല്ലോ ദീപബലി. ആ അനുഭവിക്കുന്ന സ്ഥലം പരിശുദ്ധമായിട്ട് കാത്തുരക്ഷിക്കാൻ സഹായിക്കൂ. വിശുദ്ധ നാടെന്ന് ജെറുസലേമിനെ പറയുന്നു എങ്കിൽ ഓരോ ദേവാലയവും ഒരു വിശുദ്ധ സ്ഥലമാണ്. ദേവാലയ ചുറ്റുപാടൊരു വിശുദ്ധ സ്ഥലം തന്നെയാണ്. കർത്താവേ, അത് മനസ്സിലാക്കി ബോധ്യമുള്ളവരായി മുന്നോട്ട് പോകാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.